അല്ല, കഥ കേൾക്കുമ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഫഹദും ഉത്സവം കഥ പറയാൻ വരുന്നത്. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിരുന്നു. അതെനിക്കിഷ്ടമായി. അതായത് പരിമിതമായ ബഡ്ജറ്റിൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന, ഗ്രാമത്തിൽ സിനിമയോട് താല്പര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ഡിജിറ്റൽ വില്ലേജ്. അതിനകത്ത് ഹ്യൂമറിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കഥ പറഞ്ഞപ്പോൾ നെറേറ്റ് ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഈ കഥയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ ആ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കഥയിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 100% ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആ രീതിയിൽ തന്നെ പോകാനാണ് താല്പര്യം. ഇതിനകത്ത് അവർക്ക് ആഗ്രഹമുള്ള ഒരു മ്യൂസിക്, സാധാരണ ഗതിയിൽ ഒരു കോമഡി ഫിലിമിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് അല്ല ശ്രീ ബിജിപാലിനെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ബിജിപാൽ അത് അവരുടെ മനസ്സനുസരിച്ച് അവർക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡുള്ള മ്യൂസിക് തന്നെ വേണം എന്നുള്ളത്, അതിനകത്ത് വെള്ളം ചേർക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ബിജിപാൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, സന്തോഷ് വർമ്മ പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട്, അഭിനേതാക്കൾ എന്ന നിലയിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സത്യം. അല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ റിലീസിന് ശേഷമാണ്. അതിനുമുമ്പ് എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യമില്ല. നമ്മളെപ്പോഴും, ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നല്ല. നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയിലും ആപ്ലിക്കബിളാണ്. സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ്, കറക്റ്റായിട്ടുള്ള, രാവിലെ 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 6:30 ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ റീടേക്കിന് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു സീൻ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എല്ലാം ഒത്തുവരികയാണ്. അൾട്ടിമേറ്റായിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ടീം, ആ ടീം വളരെയധികം സിൻസിയറായിട്ട്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. അതിൽ ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ നിർദ്ദയം കൊല്ലാം, ട്രോൾ ചെയ്യാം, എന്തുവേണം ചെയ്യാം. നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രമിച്ചത്. പക്ഷേ അത് ഞങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരാളുടെ എക്സ് ഓർ വൈ, എൻ്റെ അഭിനയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറയില്ലേ, ഒരു അധ്യാപകനാണ് ഞാൻ. ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല. നേരെ വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല, നന്നായിട്ട് അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അതൊരു അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും. നേരെ മറിച്ച് ഉഴപ്പി നടക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥി 2-3 പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്ക് ആദ്യം അറിയാമായിരുന്നു നീ മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന്. നമുക്കിനൊരു സിമ്പതി തോന്നില്ല, ഒരു കൺസെൻട്രേഷൻ തോന്നില്ല. അതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പം നമ്മുടെ ഒരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇതൊന്നും സ്വന്തം മിടുക്കല്ല. ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ്. ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ്. ഇല്ല, അതിൻ്റെ പ്ലോട്ട് വൈസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ അതേപോലത്തെ കണക്ഷൻസ് വരാം. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ബാക്കി ഡയലോഗ്സും പരിപാടികളൊക്കെ ആയാൽ തന്നെ വേറൊരു വേർഷൻ തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് നാരായണിയുടെ പടമായാലും ഈ പടം കാണുമ്പോൾ രണ്ടായിട്ട് തന്നെ ഇരിക്കും. പണ്ടോട്ടിട്ടേ ഉണ്ട് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ പടം ഒക്കെ തൊട്ട് അതൊക്കെ നമ്മുടെ റെഫറൻസുകളാണ്. ബേസ് സ്റ്റോറി ഇതൊന്നുമല്ല. നാരായണിയുടെ പടം ആയാലും നമ്മുടെ പരിവാറും വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പടമായിട്ട് തന്നെ ഇരിക്കും.
ഇതിൽ ഇവർ ചെറുപ്പക്കാരായതുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയും. വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അമ്മയുടെ മരണമാണ്, മധുസാറാണ് നായകൻ, MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതേപോലെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച നല്ല ദിവസം, അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ടത്തിൽ തനിയെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ ഇനി അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം, അതിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ വഴക്കൂടുന്ന ഒരുപാട് നാരായണീൻ്റെ ആൺമക്കൾ, ഇതിവൃത്തം വളരെ ഇതുമായിട്ടൊക്കെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് സാമ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഈ മക്കൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അവരുടെ മരണസമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു. മക്കൾ ലീവ് തീർന്നു പോകുന്നു, പിറ്റേ ദിവസം തന്നെ പോകണം, എനിക്ക് ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കളൊക്കെ പല സിനിമകളിലും കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ പാളിച്ചകൾ, ഇതൊക്കെ ഇത്തരം സിനിമകളിൽ അന്നേ MT സാർ എഴുതി വെച്ചിട്ടുണ്ട്. വിത്തുകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ്, മധുസാറ് അഭിനയിച്ച ചിത്രമാണ്. ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ്, പത്രപ്രവർത്തകനാണ്. അതിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയാണ് ഈ മരിക്കുന്നത്, ശങ്കരാടി സാറ് ഭർത്താവായിട്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം. പിന്നെ പൊന്നമ്മ ചേച്ചി മരിക്കാൻ കിടക്കുന്ന ആ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആൾക്കൂട്ടത്തിൽ തന്നെ ബാലങ്കി നായർ സാറാണ് മരിക്കാൻ. ഭീമനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ ഇന്ദ്രൻസുമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് രേഖാചിത്രത്തിലാണ് വന്നത്. ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുപാട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും ഓർത്ത് അല്ലേ കഴിയാനുള്ള കുറേ നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഭീമനെക്കുറിച്ചും ഭീമൻ്റെ സാധ്യതകളെക്കുറിച്ചും ഭീമൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അത് പറയണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ദ്രൻസ് സംസാരിക്കും. ചോദിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പറയാൻ പിന്നെ സിനിമ നല്ലതാണല്ലോ. എന്തോ ഒരു ഉൾക്കരുത്ത് എൻ്റെ കണ്ടു കാണും. ഒരു മസിൽ എവിടെയോ. പിന്നെ അവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, വലിയ ചിന്തകളൊക്കെ ഉള്ള ചെറുപ്പക്കാരാണ് രണ്ടുപേരും ഡയറക്ടർമാർ. അതുകൊണ്ട് തന്നെ അവരുടെ കഥ കേട്ടപ്പോൾ, അവർ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നിയൊരു കൊതി, അതിന് ശകലവും വിട്ടുപോകാതെയും നമ്മളങ്ങനെ കാട് കയറാതെയൊക്കെ അവർ പിടിച്ചു നിർത്തി അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തി. അവർ വളരെ തൃപ്തിയാണ്. നമ്മളും പ്രതീക്ഷയിലാണ്. അഭിനയിച്ചപ്പോൾ കേട്ടപ്പോൾ ഉണ്ടായിരുന്ന സുഖമൊക്കെ അഭിനയിച്ചപ്പോഴും കിട്ടി. തമ്മിൽ അത്രയും ഒരു കൂട്ടായിട്ട് പടം തീരുന്നതിന് സഹകരിക്കാൻ പറ്റി. അങ്ങനെ ഒരു നല്ല അനുഭവം ആ സിനിമ തീർന്നപ്പോഴുണ്ടായി. എന്തോ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ വരണതൊക്കെ ചെയ്യുന്നവരാണ്. എന്നാലും നല്ലത് കുറച്ച് നമുക്ക് ആസ്വദിക്കാനുണ്ടെന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ കാത്തിരിക്കുമല്ലോ. ചില പ്രത്യേക ദിവസങ്ങൾ കാത്തിരിക്കും പോലെ കൊതി തോന്നുന്ന സിനിമകൾ ചെയ്യാൻ കാത്തിരിക്കും. അതിനിടയ്ക്ക് എങ്ങും ഓടാൻ മനസ്സ് വരത്തില്ല. തീരുന്നവരെ അവിടെ തന്നെ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. അതൊക്കെ ആ സിനിമ കൊതിപ്പിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ തോന്നിയതാണ്. ഒന്ന് തുടങ്ങി വെച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. ഇനി അതിലോട്ട് പൂർണ്ണമായിട്ടും ചേരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നാളെ മറ്റന്നാൾ മുതലൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്നും പറയാറായില്ല. എൻ്റെ അടുത്തൊരു ക്യാരക്ടർ പറഞ്ഞത് ചെയ്യാൻ കൊതി തോന്നുന്നതും അതുപോലെ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതെന്നും തോന്നിയത് കൊണ്ട് കമ്മിറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ പേടിയാണ്. മലയാളം അല്ലാതൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ പേടിയുണ്ട്. പല അവസരങ്ങളും വന്നിട്ടും ചെയ്യാതിരുന്നു. അതുകൊണ്ടാണ് ഇതെങ്ങനെ ആണ്. പോയി നല്ല അവരെല്ലാവരും എല്ലാം ഭയങ്കര സ്നേഹവും ബഹുമാനവും അച്ചടക്കവും ഒക്കെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വിരട്ടെന്ന് തോന്നുമെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വളരെ പാവമാണ്. നമുക്കാണെന്ന് തോന്നുന്നു ഇച്ചിരി കൊതിക്കറിവൊക്കെ ഉള്ളത്.
ആക്ച്വലി ഞങ്ങൾ പ്രിയൻ സാറിൻ്റെയൊക്കെ വലിയ ആരാധകരാണ്, ഞാൻ ഉത്സവം. അപ്പോൾ ഇങ്ങനത്തെ സിനിമയുടെ കഥ ആലോചിക്കുന്ന സമയത്ത് പഴയ കാലഘട്ടത്തെ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ റൈറ്റിങ് അല്ലേ തുറന്നത്. അതിലിപ്പോൾ പപ്പു സാറ് ബാക്കി ഉത്സവം പറയും. എനിക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് സംസാരിക്കാൻ അറിയത്തില്ല. അല്ല, ജഗദീഷ് ഏട്ടനായാലും ഇന്ദ്രൻ ചേട്ടനായാലും ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജഗദീഷ് ഏട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയാണ് ഈ പടത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ്. അപ്പോൾ ജഗദീഷ് ഏട്ടൻ ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇതേപോലെ, ഇത് മതിയോ, ഇനി ഞാൻ തരാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 90s തൊട്ട് നമ്മൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ജഗദീഷ് ഏട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അവരുടെ ആ ഒരു ഫ്ലേവർ പിടിച്ചിട്ടാണ് ഈ പടം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, നാരായണിയുടെ 3 മക്കളുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളൊരു കഥ പറയുന്നു എന്നുള്ളതിനപ്പുറം എങ്ങനെ ഒരു കഥ പറയാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടു മറന്ന 90കളിലെ സിനിമകളുണ്ട്. അതിൻ്റെ ഒരു അനുഭവം ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ജഗദീഷ് ചേട്ടനെയും അങ്ങനത്തെ ഒരു ഇന്ദ്രൻ ചേട്ടനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അത് നമ്മൾ ഇൻറ്റൻഷ്യലി ഈ പടത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരാൾ മിസ്സുണ്ട്, ആക്ച്വലി ഈ പടത്തിൽ ഒരാൾ മിസ്സുണ്ട്, ജയതി ശ്രീകുമാർ സാർ. സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും സാർ ഈ പടത്തിൽ ഉണ്ടാവുമായിരുന്നു. ആ കോമഡി നമുക്ക് കുറേ നാളുകൾ കൊണ്ട് മിസ്സായിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും ഇത് നമ്മൾ MP മൂവി കാണുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ. അപ്പോൾ ശരിക്കും അത് നന്നായിട്ട് ആസ്വദിച്ചു. ആ പഴയ ഇന്ദ്രൻ സേറ്റിലേക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നോ? എളുപ്പം സാധിച്ചു. കാരണം ഞാൻ ഒരു മാറ്റവും വരാതെ ബോഡി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റി. അത് സത്യമായിട്ടും നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നതാണ് അത്തരം കഥാപാത്രങ്ങളെ. വളരെ ഉത്സാഹത്തോടെ നമുക്കൊരുപാട് ആദ്യം വേദനകളൊക്കെ ഉണ്ട് പറയാനും. അത് പെട്ടെന്ന് എല്ലാ മനുഷ്യർ കിട്ടുകയും ചെയ്യും. കാരണം എല്ലാവരും സമാനമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞു പോകുന്നൊരു കാലഘട്ടം അതാണ്. പക്ഷെ അതുപോലെയല്ല, ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മറന്ന് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ വെച്ചാൽ ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. കുട്ടികൾ പ്രധാനമായിട്ടും അവരെ ചിരിപ്പിച്ചെടുക്കുക വലിയ പാടാണ്. അപ്പോൾ കുറേ നമ്മൾ ഇത്തിരി മുതിർന്നവർക്ക് പണ്ട് മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ ഉള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഹിപ്പ് ഹോപ്പ് സോങ്ങുകൾക്കുള്ള സ്പേസ് ഈ സിനിമയിലില്ല. സത്യം പറഞ്ഞാൽ അത് ആവശ്യപ്പെടുന്നൊരു പ്ലാറ്റ്ഫോം വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുക. ഒരു സിനിമ എടുത്താൽ ഒരു ഹിപ്പ് ഹോപ്പെങ്കിലും വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അങ്ങനെ പല സിനിമകളിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സിനിമ പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു പവർ ട്രാക്കെങ്കിലും ഹിപ്പ് ഹോപ്പൊക്കെ എഴുതാവുന്ന പരിപാടികൾ ആലോചിക്കാവുന്നതാണ് ഇപ്പോൾ. കാരണം എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ജോണറാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നെറേറ്റീവ് പാറ്റേൺ പോലുമല്ല ഈ സിനിമയുടെ. പരിവാർ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഇവർ നെറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കണ്ടംപററി ആയിട്ടാണെങ്കിലും അത് ഒരു പക്ഷേ അതിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ പശ്ചാത്തലങ്ങളും അവരുടെ കുടുംബവും ഒക്കെയുള്ള ഇതിലാണ് അതിൽ. അപ്പം ഞങ്ങൾ ഈ ഹിപ്പ് ഹോപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച കഥാതന്തുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സന്തോഷം എഴുതിയ ഇതിനകത്ത് ഈ നമ്മൾ ഓട്ടംതുള്ളൽ കവിതകൾ പലരും കുഞ്ചനമ്പ്യാരെ വായിച്ചിട്ടുണ്ടാവും. അത് ശരിക്ക് കോമഡിയാണല്ലോ, ആക്ഷേപഹാസ്യമാണ്, സറ്റയറാണ്. അതായത് രാജാവിനെ പോലും കളിയാക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് ഈ ഓട്ടംതുള്ളലിൻ്റെ മട്ടിൽ നമ്മൾ ഇതിനകത്തൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മളുടെ മ്യൂസിക് ബാക്കിങ്ങും അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ വളരെ കണ്ടംപററിയാണ്, പുതിയ തലമുറയ്ക്ക് ആസ്വദിക്കാവുന്ന ഒരു രീതിയിലാണ്. പക്ഷേ കവിത ഓട്ടംതുള്ളലിൻ്റെയാണ്. ഇപ്പോൾ ഇദ്ദേഹം സീരിയസ് ആയിട്ട് മറ്റേ നാരായണിയുടെ മക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് അത് ഓട്ടംതുള്ളലിൻ്റെ 2 വരികൾ ഞാനത് സൂചിപ്പിക്കാം. അതായത് ആഹാ ശത്രുവിനാകിലുമിഹ ഭുവി ശിവനേ ഇപ്പടി വരരുത് യോഗം
ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം എന്നാണ് 4 വരി തുടങ്ങുന്നത്. ഉറ്റവർ മുഴുവൻ ഒരുത്തനെ വേഗം കാലന് നൽകാൻ ധൃതിയിലോട്ടം നടക്കുവാണെന്ന് പറയുന്ന വരിയാണ്. കാർന്നോർക്കില്ല മരിക്കാനിഷ്ടം ബന്ധുജനത്തിനത് അത്യാവശ്യം എന്ന് പറയുന്ന വരികളൊക്കെയാണ് ആ പാട്ടിൽ വരുന്നത്. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള, ഇപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കുഞ്ചാമ്പിയാരാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് തോന്നും. അത്രയും കൃത്യമായിട്ടുള്ള മീറ്ററിങ്ങിലാണ് സന്തോഷത എഴുതിയിട്ടുള്ളത്. അത്രയും രസകരമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് നമ്മൾ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയും. നമ്മൾ പറയുമ്പോൾ ഒരാളുടെ മൃതിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ പിന്നീട് ഒക്കെയാണ് അത് നമ്മൾ പറയുമ്പോൾ ന്യൂസായിട്ട് വരുമ്പോൾ നമുക്കതൊരു ട്രാജഡി ആകുന്നു. പക്ഷെ അവിടെ ഇത് എന്തെങ്കിലും ഇത് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മക്കളെ പറയാൻ പ്രേരിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളൊക്കെയാണ്. പക്ഷെ അതിന് മൂല കാരണമായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ വളരെ കീ ഫാക്ടറാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു എപ്പിസോഡും. അതാണ് ഭീമൻ, ഇന്ദ്രൻ ചേട്ടനൊക്കെ അവതരിപ്പിക്കുന്നത്. ഭീമൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തിയൊക്കെ വരുന്നത്. ഓരോ കഥാപാത്രവും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. ആ കഥാപാത്രം വെച്ച് നോക്കുമ്പോൾ ഈ പരിവാറിലെ കഥാപാത്രം എത്രത്തോളം ജഗദീഷ് ചലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് എന്താ തോന്നുന്നു? തീർച്ചയായിട്ടും 2024 ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇതിലെ സഹദേവൻ. അത് യാതൊരു സംശയമില്ല. കാരണം 2024 എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു, ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. ഞാൻ അഭിനയിച്ചത് കൊണ്ട് ഹിറ്റായതല്ല, ഹിറ്റായ ചിത്രങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൽ അങ്ങനെ അപ്പോൾ പോലും കുറച്ച് പേര് എന്നെ വിമർശിച്ചു. ഈ സ്ഥിരം സ്റ്റീരിയോ ടൈപ്ഡ് ആവുന്നു, അച്ഛനാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിലങ്ങനെ ആരോപണം വരില്ല. കാരണം ഇതിലെനിക്ക് കുട്ടികളില്ല. അപ്പം അതുകൊണ്ട് അവിടെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അപ്പം മാത്രമല്ല, ഇതിനകത്ത് എന്താ പറയുക, വിമർശനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിമർശനം വരാതെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കിയാൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ടോ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ പരിഹസിച്ചിട്ടില്ല. അതിനെ നിരീക്ഷിച്ച് കഥാപാത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അത് ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ്, ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. പക്ഷേ അതിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളോട് കയർക്കാനോ ക്ഷോഭിക്കാനോ ഉള്ള രീതിയിൽ ഒരു പാർട്ടിയെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ വേറിട്ട ഒരു വേഷം തന്നെയാണ്. മനുഷ്യൻ്റെ പൈസയോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അല്പം കൂടുതൽ കാശിനോട് ആർത്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു വരിയുണ്ട്, സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം എന്ന് പറയുന്നൊരു വരിയുണ്ട് ഈ പാട്ടിൽ. സഞ്ചയനത്തിന് മുന്നേ തന്നെ സഞ്ചികൾ തപ്പാൻ വഞ്ചക വൃന്ദം ഇറങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ഈ വഞ്ചകരാരാണ് എന്നൊക്കെ പറയുന്ന കാര്യം. മാത്രമല്ല, എൻ്റെ ഡയലോഗുണ്ട്, മനുഷ്യന് ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പോൾ സ്വന്തം അച്ഛനെക്കുറിച്ച് പറയുകയാണ്. അപ്പം മനുഷ്യരുടെ ഒരു എന്താ പറയുക, കാശിനോടുള്ള ആ ഒരു അത്യാഗ്രഹം. അപ്പോൾ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴും അച്ഛൻ പെട്ടെന്ന് മരിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അച്ഛൻ്റെ സ്വത്ത് കിട്ടുന്ന ചിന്തിക്കുന്ന മക്കൾ ഈ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള അതൊരു ഉപദേശ രൂപേണ അല്ലെങ്കിൽ സന്ദേശ രൂപേണ ഒന്നും അല്ലെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും, ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ പിന്നെ എവിടെ ആകാശത്ത് കിടക്കാൻ പറ്റുമോ? കട്ടിൻ്റെ മുകളിൽ തന്നെ കിടക്കണത്. അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷും ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ വിദ്യാഭ്യാസ സ്കൂളിലൊന്നും പോകാത്ത ആളാണ്. അപ്പോൾ പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. കട്ടിൻ്റെ മുകളിൽ കിടക്കുക, ശ്വാസം വലിക്കുക, അവസാനം ചത്തുപോവുക. അതന്നെയാണുള്ളത്. ആ എങ്ങനെ? അതൊരു നടന് പ്രശ്നമല്ല, നടനായിരിക്കണം. വെറുതെ വായോണ്ട് പറഞ്ഞുകൊണ്ടായില്ല. അഭിനയം പഠിച്ച് ചെയ്യണം. നടനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും, അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ഈ സാറ് യോഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മക്കളെല്ലാവരും കൂടെ പന്തലിക്ക് കെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ബോഡി മൊത്തം നമ്മൾ വിചാരിക്കുന്ന പുള്ളി നോർമലായിട്ട് ഇങ്ങനെ കെടുക്കുന്ന പോലെ കെടുക്കുന്ന വിചാരിച്ചു. പക്ഷെ പുള്ളി ഫുള്ള് ബോഡി സ്ട്രക്ചർ ചെയ്ത്
ഒരു സ്റ്റിഫായി നിന്നിട്ടാണ് എല്ലാവരും കൂടെ കെടുത്തുന്നത്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പുറത്തിന് വേണ്ടിയിട്ട്. വെട്ടിയാറിന്റെ മണ്ണിൽ നിന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ കീഴടക്കി ഇപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ജഗദീഷേട്ടനോട്? ഇന്ദ്രൻ ചേട്ടൻ നല്ലൊരു താരനിരയോടൊപ്പമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിയതിന് ശേഷം സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം. പിന്നെ എൻ്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടമാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ആ അതെ, നല്ല പിള്ളേർ. എൻ്റെ മോനേക്കായാലും നല്ലതാണ്. എന്തോ? എനിക്കറിഞ്ഞൂടാ സാറിന് എത്ര വയസ്സുണ്ട്. സാറിന് 40 വയസ്സെന്ന് പറയുന്നത്. എനിക്ക് 63 വയസ്സുണ്ട്. ഇല്ല, വേറെ എൻ്റെ അനിയനായിരുന്നു. ഉണ്ട്. ഓ ഇല്ല, സാറിനെ വെട്ടാൻ ആർക്കും പറ്റത്തില്ല. ഇത് ചോദിക്കുമായിരുന്നു, ശരിയാവുന്നുണ്ടോ സാറേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. അവനിവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. ആ ഉണ്ട്. എന്നെ അവൻ ഇത്ര ആക്കിയത് അവനാ. എനിക്ക് എല്ലായിടത്തും അത് പറയണമെന്നുണ്ട്. അല്ല, കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ, നമ്മുടെ ഈ അഡൾട്ട് സ്റ്റോറി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലൻറ്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല, ബിലോ ദ ഏജ് ഓഫ് 18 കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലൻസിൻ്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട്, വീഡിയോ ഗെയിംസ്, ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോളുണ്ട്. പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള 25-30 വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പയ്യനെ സ്വാധീനിക്കില്ലേ? സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിൻ്റെ വിഷ്വൽസും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മളിപ്പോൾ കണ്ട എന്താ, പിന്നെ നാഷണൽ ജിയോഗ്രഫിക്കിൽ നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാനിനെ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമവും അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടച്ചു പോകുന്നു. ചിലരതല്ല, അത് കണ്ടിട്ട് അതാ പിടിക്കുന്ന നോക്കിയേ, മാനിനെ പിടിക്കുന്ന നോക്കിയേ എന്ന് പറഞ്ഞ് ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള സിനിമയായിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ OTT-യിലും ഒക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും OTT-യിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ, കൊറിയൻ മൂവീസ്, അതിലെല്ലാം വയലൻസ് ഉണ്ടാവും. അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരെ ഹോ മുന്നാഭായ് എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിലെത്ര പേര് സ്വീകരിക്കുന്നു? അപ്പോൾ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും, നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നടൻ്റെ കാര്യം, ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത്, എൻ്റെ കഥാപാത്രമാണ്. ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിൻ്റെ. അപ്പോൾ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ? ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ, അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ്.
അപ്പൊ ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനൊരു അതായത് സിനിമ ഇൻഫ്ലുവൻസ് ആവാതെ, അതായത് ഈ സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ പാഠ്യപദ്ധതികളിലും സിലബസുകളിലും എല്ലാം ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് എവിടെയാണ്? സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ചില കടകൾ, ചില കോഡ് ഭാഷകൾ, കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പണായിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു. ഓപ്പണായിട്ട് തന്നെ എന്താ പറയുക, കോളേജ് വിദ്യാർത്ഥിനികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റും. അത് അവരുടെ അവകാശമാണ്. പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. അതേ അവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറേ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി. അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് സൊസൈറ്റി കൂടുതലൊരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ്, വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത്. അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, സംശയത്തിൻ്റെ പേരിൽ കാമുകനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല. നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ്, ദുഃഖത്തിലാണ്. ഈ നാടിൻ്റെ ഈ കാര്യം ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി, കോമൺ ഈ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ കലാ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടായിരിക്കും നായകന്റെ പേര് വെച്ചിട്ട് എന്താണ് വിജയപരാജയങ്ങൾ നോക്കി കാണുന്നത്? അദ്ദേഹത്തിന്റെ പടത്തിന്റെ സ്ക്രീനിൽ വരുമ്പോ തന്നെ അദ്ദേഹത്തിന് വിശ്വാസം കുറവ് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല, ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ഈ കണക്കൂട്ടൽ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി. അത് പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ്. നായകനോടുള്ള ദേഷ്യമല്ല, വ്യക്തിയോട്. ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി, അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാൾ നാളെ വേറൊരാൾ. എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രൊമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും. അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല, അത്രയേ ഉള്ളൂ. അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല. ഇപ്പം പല അഭിപ്രായങ്ങളും തൻ്റെതായ നിലപാടുകൾ ശക്തമായി അറിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ജൂൺ മാസം മുതൽ സിനിമാ മേഖല ഒന്നടങ്കം സമരത്തിലേക്ക് പോവുകയാണെന്നാണ് വാർത്തകൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം, ഒരു നടനെന്നുള്ള നിലയിലും അമ്മയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ അറിവനുസരിച്ച്, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഈ സമരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, നടീനടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള ആ തർക്കം, അതിന് വേണ്ട ചർച്ചകൾ, അനൗപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പം. അതിൽ തന്നെ വിജയം കണ്ടെത്തും. പിന്നെ സർക്കാരും ഫിലിം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു സമരമാണ്. അതിൽ ഇലക്ട്രിസിറ്റി ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാരുമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കും. അതിൽ സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അത് സർക്കാർ ആ അവസരത്തിൽ വ്യക്തമാക്കും.
അപ്പോൾ അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നാൽ ആ സമരം ഒഴിവാക്കും. അല്ലാതെ സർക്കാരിനെതിരെ ഒരു സമരം ഇൻഡെഫിനിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. സർക്കാരിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അതിൽ എത്രത്തോളം ചെയ്യാൻ സർക്കാരിന് കഴിയും എന്നുള്ളതിന് അതിന് ഈ നടന്മാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും സർക്കാരിന് ഒരു പരിധിവരെ. സർക്കാരുമായി നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ സർക്കാരിൽ തലപ്പത്തിരിക്കുന്ന ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പമുള്ള നടീനടന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വിചാരിച്ച് അവരും കൂടെ വന്ന്, നിർമ്മാതാക്കളുമുണ്ട്, സംവിധായകരുണ്ട്, അവരെല്ലാം കൂടെ പറഞ്ഞ് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിൽ എത്രത്തോളം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത്, കാരണം റവന്യൂ എന്ന് പറയുന്നത് ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ റവന്യൂവും ഈ ലോക്കൽ സെൽഫ് ബോഡീസിൻ്റെ ഈ ടാക്സുമാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന്. അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. സർക്കാർ അത് വിശേഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് ടാക്സ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ഈ അവസരത്തിൽ അത് എത്രത്തോളം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ സർക്കാരിന് കുറയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. സർക്കാരും തുറന്ന സമീപനമാണെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ചർച്ചകൾ നടക്കും, നല്ലതാണ്. ഈ സമരം ആഹ്വാനം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ആവശ്യങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമര ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് സമരം ചെയ്യുന്നുള്ളതല്ല, ഞങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടെന്നുള്ളത് ഇൻഡസ്ട്രി അറിയിക്കുകയാണ്. ആരെ? സർക്കാരിനെയും ജനങ്ങളെയും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ്. ആ അറിയിക്കുന്നതിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിജയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, ഈ അധ്യാപകർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും. ഞാൻ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥിയെ, എൻ്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഒരു ചൂരലെടുത്ത് രണ്ട് അടി കൊടുക്കുന്നതിനോട് ഞാൻ ഒന്നുകൂടെ പറയാതെ, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികൾ അനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. ആദ്യം സ്ക്രിപ്റ്റ് കേട്ടപ്പം ഏറെക്കാലമായി സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രതലത്ത് നിന്നുകൊണ്ട് പറയുന്ന രസകരമായ ഒരു കഥയായിട്ടാണ് തോന്നിയത്. കൂടുതൽ എന്തെങ്കിലും തോന്നണമായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. മൊത്തത്തിൽ ഇപ്പോൾ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരാളുടെ അഭിനയപാഠം മൊത്തം പുറത്തെടുത്ത് അങ്ങനെ വരുന്നത് ഒരു സിനിമയല്ല. ഒരു കൂട്ടക്കളിയാണ്. അതിൽ ഇന്ദ്രൻ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഞാനും പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ക്യാരക്ടേഴ്സ് വളരെ സിൻസിയറായിട്ട് അവരുടെ ജോലി ചെയ്താൽ അത് നന്നാവും. മ്യൂസിക് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും, ആർട്ട് ഡയറക്ഷൻ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. അങ്ങനെ എല്ലാം കോംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു രസവും ഭംഗിയുമാണ് ഈ സിനിമയെ ആസ്വാദികരമാക്കുന്നത്. അപ്പം എല്ലാത്തിനും ഉപരി ഡയറക്ടേഴ്സിൻ്റെ വിഷനാണ് പരിവാർ എന്ന് പറഞ്ഞ സിനിമയുടെ രസം. ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തത്. ട്രailer കാണുമ്പോൾ ജഗദീഷ് ആയിട്ടും
ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തിങ്കളാഴ്ച നിശ്ചയത്തിൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു. പ്രണയവിലാസത്തിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രം. എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടം, ഭയങ്കര പാഷനായിട്ട് അഭിനയത്തെ കാണുന്ന ഒരാളാണ്. ഒരു പ്രൊഫഷൻ എന്നതിൽ ഉപരി എനിക്ക് നല്ലൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് ആഗ്രഹം. ഇപ്പോൾ പ്രണയവിലാസം കഴിഞ്ഞിട്ട് 2 വർഷം ഗ്യാപ്പ് വന്നതും അതാണ്. വരുന്ന സിനിമകളൊക്കെ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നതിനേക്കാൾ നല്ല സിനിമ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സിനിമയിൽ നിലനിൽപ്പ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു 2 വർഷം നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഇതിൽ നിഷ എന്നുള്ള കഥാപാത്രമാണ്, നകുലൻ്റെ ഭാര്യയാണ്. നല്ല കഥാപാത്രമാണ്, നല്ല ഒരു പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചതിന് ഫഹദിനോടും ഉത്സവിനോടും വലിയ കടപ്പാടുണ്ട്. ആരെയും നിരാശപ്പെടുത്തില്ല സിനിമ, അത് ഉറപ്പാണ്. മാർച്ച് 7 റിലീസാണ്. ഈഗർലി വെയിറ്റിംഗ് ആണ് ഞാൻ. ഞങ്ങൾക്കെല്ലാം സുന്ദരിമാരായ നായികമാരെ കിട്ടിയത്. അതെ, എല്ലാവർക്കും സുന്ദരിയായിട്ടില്ല. അല്ല, എനിക്ക് നമസ്കാരം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിനിമോൾ എന്നാണ്. സോ ഇവരുടെ ഫാമിലി, ഞാൻ നെയ്ബറാണ്. ഇവരെ എല്ലാവരെയും അച്ഛനെ നോക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. സോ അതാണ് ക്യാരക്ടർ. പിന്നെ ഇല്ല. സോ മാർച്ച് 7 റിലീസ്. എല്ലാവരും പോയി കാണണം. താങ്ക് യു. ഇന്ദ്രൻ ചേട്ടാ, ഒരു തോണിയിൽ നമ്മൾ വന്നത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അന്ന് തോണിക്കാരൻ ഇന്ദ്രൻ ചേട്ടനായിരുന്നു. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ ഇഷ്ടമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിട്ടില്ല. പിന്നെ ജഗദീഷ് സാറിൻ്റെ കൂടെ വരുമ്പോൾ കോമ്പിനേഷൻ അടുത്തടുത്ത് സാറിൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രശാന്ത് ഭായ്. സോ ബിജിപാൽ സാർ ആണ് ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ആൻഡ് സന്തോഷ് നാരായണൻ സാർ ആണ് ലിറിക്സ്. സന്തോഷ് വർമ്മ സർ. യെസ്. അപ്പോൾ പരിവാർ എന്ന ഒരു ചിത്രം, ഓക്കെ, നമ്മുടെ ചിത്രത്തിന്റെ ഗായികയാണ് സംഗീത. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. വി ആർ മൂവിംഗ് ഓൺ ടു ദ CD അൺവീലിംഗ് ഓഫ് ദ മലയാളം മൂവി. ഫ്രാഗ്മെന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന പരിവാർ എന്ന ഒരു ചിത്രത്തിന്റെ CD അൺവീലിംഗ് ആണ്. യെസ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ്. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച് എവ്രിബഡി. എല്ലാവരും ചേർന്ന് നമുക്കൊരു പിക്ചർ കൂടി എടുക്കാം. യെസ്, എവ്രിബഡി ടുഗെദർ.